ഗൈസ്, മേലെ ചൊവ്വേൻ്റെ അവസ്ഥ ഇത്. ഇവിടെ ഒരു മേൽപ്പാലത്തിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ പറ. കോടിക്കണക്കിന് രൂപ അപ്രൂവ് ആക്കിയിട്ട് കോടിക്കണക്കിന് ഒരാളെ പോക്കറ്റിൽ പോകാൻ വേണ്ടി പണി ചെയ്ത് വെച്ചാൽ ഇവിടെ ഇത് മിഞ്ഞാന്ന് വരെ താർ ചെയ്ത്, ഇന്നലെ താർ ചെയ്തതാണ്. ഒരു എമർജൻസി ആംബുലൻസ് രോഗിയും കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥിതിയാണ്. ഇവിടെ ഒരു മേൽപ്പാലത്തിൻ്റെ ആവശ്യമില്ല. മുമ്പ് വളരെ ഗതാഗതം ബ്ലോക്കാകാണ്ട് നല്ല വഴിക്ക് വണ്ടിയിൽ പോയിക്കൊണ്ട് ഇപ്പം മൊത്തം ബ്ലോക്കാണ്. എമർജൻസി രോഗിനെ കൊണ്ട് മറ്റേ ആംബുലൻസിന് പോകാൻ പറ്റും. എന്തിൻ്റെ ആവശ്യം ഇവിടെ മേൽപ്പാലം? ആകെ 2 മീറ്റർ മേൽപ്പാലത്തിന് എന്തിൻ്റെ ഉപകാരം ഉണ്ടാകാൻ? കംപ്ലീറ്റ് ബ്ലോക്കാണ്. എന്താ നിങ്ങൾ പറയാം, നമ്മളെ നികുതി പണം കൊണ്ടല്ലേ ഇത് ചെയ്യുന്നത്. ഒരാളെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നമ്മൾ വിട്ടുകൾ എന്നല്ലാതെ ഇവരൊരു മേൽപ്പത്തിന് ആവശ്യമില്ല. മേലച്ചൊവ്വേൻ്റെ സ്ഥിതിയായിരിക്കും. മുമ്പ് കണ്ടിന്യൂ പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ് ബ്ലോക്കില്ലാതെ. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക്, എമർജൻസി രോഗികളെ കൊണ്ടുപോയി ആംബുലൻസിന് ബുദ്ധിമുട്ടാണ്. എന്തൊരവസ്ഥയാണ്! ജനങ്ങളെ ബുദ്ധിമുട്ടിന് കണക്കില്ലേ? നിങ്ങൾ പറ. കംപ്ലീറ്റ് ബ്ലോക്കാണ്. മേലച്ച 10 മണി കഴിഞ്ഞാൽ ഇരുട്ട് വണ്ടി പോകാൻ കഴിയില്ല. ഭയങ്കര ബ്ലോക്ക്. ഇന്നലെ വരെ താർ ചെയ്ത്, മിഞ്ഞാന്ന് താർ ചെയ്ത്, ഇന്നലെ താർ ചെയ്താന്ന് തോന്നുന്നു. എന്തൊരവസ്ഥ ഇത്! ഇതാർക്ക് വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടി. അവർ പോക്കറ്റ് ഇറക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ അവർ പോക്കറ്റ് 10 കോടി അപ്രൂവാക്കും, 2 കോടിൻ്റെ പണിയെടുക്കും. ഇതിപ്പോൾ 4 മാസം കഴിഞ്ഞാലും പരിപാടി തീരില്ല. 2 മാസമായി ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നു. പക്ഷേ ഒരു പണി നടക്കുന്നുമില്ല. എല്ലാം നിർത്തി വെച്ചിട്ടാണ്. ഒറ്റ പണി അന്ന് തുടങ്ങിയ പാട് നിർത്തി വെച്ച ഒരു പണി ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. പൈസ മറ്റുള്ള ആളെ പോക്കറ്റിലായി. എന്തിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് കണക്കില്ല ഗൈസ്. നിങ്ങൾ പറയാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.